എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. ഹാജാസ് ക്ലാസ്സസ്. ഞാൻ സലിം ഷാ. ഈ ദിവസം, ഈ പുലർച്ചെ നിങ്ങൾ രാവിലെ എപ്പോഴാണോ നിങ്ങളുടെ കൈകളിൽ ചായയുമായി എത്തുന്നത്, ഈ വസ്തുത കൂടി കേൾക്കുക. മോർണിംഗ് ടീ നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമാകും ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ചായ നോക്കാം. ദർസർജി അറിയുമോ? ദർസർജി അദ്ദേഹം കേരള രാജാ റാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നു. കേരള രാജാ റാം മോഹൻ റോയ് 1861 1948 ജീവിത കാലഘട്ടം. ജില്ല കണ്ണൂരാണ്, സ്ഥലം തലശ്ശേരിയാണ്. 1861 1948. 1888 സർക്കാർ സർവീസിൽ ഡോക്ടറായി പ്രവേശിച്ചു. സവർണ ജാതിയുടെ അടയാളമായ കുടുംബ മുറിച്ച് ജാതീയതയ്ക്കെതിരെ പ്രതിഷേധിച്ചു. കുടുംബ മുറിച്ച് പ്രതിഷേധിച്ചയാൾ കേരള രാജാ റാം മോഹൻ റോയ് ദർസർജി. ഈ അടുത്ത സമയത്ത് കാണാം PSC പരീക്ഷ എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണും ഇദ്ദേഹത്തെ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തിന് റാവു സാഹിബ് എന്ന ബഹുമതി നൽകി ആദരിച്ചു. 1897 കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇന്ത്യക്കാരനായ ആദ്യ സൂപ്രണ്ടായി. അപ്പം മുമ്പ് വേറെ ആളായിരുന്നു. ഇന്ത്യക്കാരനായ ആദ്യ സൂപ്രണ്ടായിരുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ സൂപ്രണ്ട് ദർസർജി എന്നറിയപ്പെട്ടയാൾ, കേരള രാജാ റാം മോഹൻ റോയ് എന്നറിയപ്പെട്ടയാൾ 1861 1948 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. കണ്ണൂർ ജില്ലയിലാണ്, തലശ്ശേരിയിലാണ്. സർക്കാർ ഡോക്ടറായിരുന്നു. കുടുംബ മുറിച്ച് ജാതീയതയ്ക്കെതിരെ പ്രതിഷേധിച്ച ആളാണ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇന്ത്യക്കാരനായ ആദ്യ സൂപ്രണ്ട് കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന വസ്തുത ഓർത്തിരിക്കുക. ആളിനെ കിട്ടിയ ചായ. ഇദ്ദേഹം ആരംഭിച്ചതാണ് സുഗുണവർദ്ധിനി പ്രസ്ഥാനം, ഡിപ്രസ്ഡ് ക്ലാസ് മിഷൻ. ഏതൊക്കെയാണ്? സുഗുണവർദ്ധിനി പ്രസ്ഥാനം, ഡിപ്രസ്ഡ് ക്ലാസ് മിഷൻ. രണ്ടും അതുപോലെ ഓർത്തു വെച്ചോ. ദർസർജി എന്ന അപരനാമത്തിൽ വിളിക്കപ്പെട്ടയാൾ ജനങ്ങൾ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചത് ദർസർജി എന്ന്. ആ മനുഷ്യൻ ആരംഭിച്ചതാണ് സുഗുണവർദ്ധിനി പ്രസ്ഥാനം, ഡിപ്രസ്ഡ് ക്ലാസ് മിഷൻ. പിന്നെന്താ, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ മുഴുവൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ, ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ശാഖ കോഴിക്കോട് ആരംഭിച്ചു അദ്ദേഹം. ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ ശാഖ കേരളത്തിൽ ആരംഭിക്കുന്ന കോഴിക്കോടാണ്. അതിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ട കൃതി, ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ട കൃതി ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. അവർണരുടെ വിദ്യാഭ്യാസത്തിന് പാവപ്പെട്ടവർക്ക് വേണ്ടി വർക്ക് ചെയ്ത വനിതയാണ് ലേഡി ചാന്ദ്വർക്കർ. ആ വനിതയുടെ പേരിൽ ലേഡി ചാന്ദ്വർക്കർ എലമെന്ററി സ്കൂൾ കോഴിക്കോട് ആരംഭിച്ചു. അവർണർക്കു വേണ്ടി ലേഡി ചാന്ദ്വർക്കർ എലമെന്ററി സ്കൂൾ. കുടുംബ മുറിച്ച് ജാതീയതയ്ക്ക് എതിരെ പ്രതിഷേധിച്ചയാൾ എന്താണോ സമൂഹത്തിന് സന്ദേശം നൽകിയത്, ആ സന്ദേശം തൻ്റെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കി. മക്കളുടെ മക്കളെയും പ്രത്യേക ജാതിയിലോ മതത്തിലോ വളരാതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തന്നെ വളർത്തി. മക്കളെയും പേരക്കുട്ടികളെയും പ്രത്യേക ജാതി മതം തുടങ്ങിയവയുടെ കീഴിൽ ജീവിക്കാതിരിക്കാൻ വളർത്തി. കുടുംബത്തിലെ എല്ലാവരും, മക്കളും മരുമക്കളും അടക്കം എല്ലാവരും വിശ്വവിവാഹിതരാണ്. സുഗുണവർദ്ധിനി പ്രസ്ഥാനം ആരംഭിച്ചത് ആരെന്ന് കേൾക്കുമ്പോൾ അറിയാമായിരിക്കാം. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ശാഖ ആരംഭിക്കാൻ നേതൃത്വം കൊടുത്ത ആരാന്നറിയാം? ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ. അപ്പൊ ആ ചോദ്യം വന്നേ, ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്, തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്, അല്ലേ, ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ് ഇദ്ദേഹം. ലേഡി ചന്ദ്വർക്കർ എലമെന്ററി സ്കൂൾ കോഴിക്കോട് ആരംഭിച്ച ആളാണ്. മക്കളെയും പേരക്കുട്ടികളെയും പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്ന മനുഷ്യനാണ്.
ദർസർജി. അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ് സാരംഗിണി പരിണയം, സുശീലാ ദുഃഖം. സാരംഗിണി പരിണയം, സുശീലാ ദുഃഖം. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അപ്പൊ അദ്ദേഹം സാരംഗിണി പരിണയം, സുശീലാ ദുഃഖം, പ്ലേഗ് ഫാൾസ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് കീർത്തനരത്നമാല. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് അപ്പൻ ഒരു ഓർമ്മ പുസ്തകം. എഴുതിയത് മകൻ അയ്യത്താൻ ആലോക്. അപ്പൊ പേര് കിട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് ദർസർ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് അൺസങ് ഹീറോ. അയ്യത്താൻ ആലോക് എഴുതിയ പുസ്തകം ദർസർ, ദർസർ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് അൺസങ് ഹീറോ. ഈ കുടുംബത്തിലുള്ള, ഈ ഡോക്ടറുടെ കുടുംബത്തിലുള്ള മുഴുവൻ പേരെയും അടക്കം ചെയ്ത് ഒരിടത്താ. ആ കുടുംബ ശാന്തി കേന്ദ്രമാണ് ശാന്തി ഗാർഡൻസ്, കോഴിക്കോട് ആണ് ഇവരുടെ കുടുംബ ശ്മശാനം എന്ന് തന്നെ പറയാം. ശാന്തി ഗാർഡൻസ് കോഴിക്കോടാണ്. അദ്ദേഹമാണ് ദർസർജി എന്ന പേരിൽ അറിയപ്പെട്ട ആ ഡോക്ടറാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അദ്ദേഹം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം കണ്ട് ഞെട്ടിപ്പോയി അവിടുത്തെ അവസ്ഥ. അഴുക്ക് പുരണ്ട് മലത്തിലും മൂത്രത്തിലും അഴുകിക്കിടക്കുന്ന മാനസിക രോഗികൾ. മലമൂത്ര വിസർജനത്തിന് പ്രത്യേക കേന്ദ്രങ്ങളില്ല. അതെല്ലാം ശരിയാക്കി വൃത്തിയാക്കി മാനസികാരോഗ്യ കേന്ദ്രത്തെ ഏറ്റവും വൃത്തിയുള്ള പ്രദേശമാക്കി മാറ്റിയ ആ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ വിളിച്ചതാണ് ദർസർജി. ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കുറിച്ചാണ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു പുതിയ വിവരം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെയധികം ചാരിതാർത്ഥ്യം ഉള്ളവനായിത്തീരുന്നു. മോർണിംഗ് ടീ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഏറ്റവും മിടുക്കരായിട്ടുള്ള അധ്യാപകരുമായിട്ട് നിങ്ങൾ സംവേദിക്കുന്ന ഈ പുലർക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കുക. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.